मैडम वो नीला दरवाजा दिख रहा है ना, वही गेट है. हाँ 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 ഇതാ വീട്. ഈ ഇറങ്ങ് ഹമീദേ അല്ലേ? ഇറങ്ങിക്കോ. ആരുമില്ലേ? കോനെ രാഘവ മാഷ് ഉണ്ടാവത്ത്. ഓ മലയാളികളാണോ? രാഘവട്ടം പുറത്തു പോയിരിക്കാ. ഓ അകത്തേക്ക് വരും. മൂപ്പര് നായരാ? മൂപ്പര് പ്രൊഫസർ. ഈ വാ. ആ പ്രൊഫസർ നായർ. ചേടാ നല്ല താളം. നിങ്ങൾ കേക്കണ്ട? ഡാൻസാന്ന് തോന്നുന്നു. ഈ മിണ്ടാണ്ടിരി ഹമീദേ അല്ലേ? രാധേ, ഇതാര്? ഐഷിയും ഹമീദും. നിങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു വരുന്നു. ഇതിപ്പോ ആര് പറയുന്നതാ ഉറപ്പിക്കേണ്ടത്? മോൻ പറയുന്നതോ ഉമ്മ പറയുന്നതോ? ഉമ്മ പറയുന്നത് തന്നെ. ആ രാധേ, ചായ എടുത്തില്ലേ? അല്ല, ഞാൻ അടുക്കളയിലോട്ട് പോവാം. വേണ്ട, ഇരിക്കൂ. സാരല്ല പക്ഷേ, ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഞാൻ സഹായിക്കണം. അയ്യോ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അടുക്കളത്തിനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ സാരമില്ല സാരമില്ല, ഞാൻ ചെയ്തോളാം. നല്ല താളം. ഡാൻസ് തോന്നണല്ലേ? ആ കാണുന്ന ഡാൻസ് സ്കൂളിൽ നിന്നാ. ലക്നൌവിലെ വലിയൊരു ഡാൻസ് സ്കൂളിന്റെ ഇവിടുത്തെ ബ്രാഞ്ചാ ഇത്. ദൂരെ നിൽക്കുന്ന പോലും പിള്ളേര് വരുന്നുണ്ട്. ഡാൻസ് സ്കൂൾ ലക്നൌവിലെ പേര് കേട്ട പഴയൊരു നർത്തകിയാണ് അത് നടത്തുന്നത്. ഓ, എന്താ അവരുടെ പേര്? ലൈല. ബേഗൻ ലൈലയാണോ? എങ്ങനെ അറിയാം? അല്ല, ഒരു പഴയ ഹിന്ദി പടത്തിൽ കേട്ട പോലെ ഒരു ഓർമ്മ. ഓ, ഒരു വീട് എവിടെയാ? എവിടേക്ക്? ഞങ്ങളിപ്പോ വരാം. അയ്യോ, ചായ കുടിക്കുന്നില്ലേ? ഇല്ല, ഞങ്ങൾ പുറത്തോട്ട് വന്നിട്ട് കഴിക്കാം. ഇങ്ങോട്ട് വാടാ. മുഴുവൻ കഥ കേട്ടതേ വരുള്ളൂ. അതെ, ഈ മിണ്ടാണ്ടിരി ഹമീദ് എന്ന് പറയില്ലെങ്കിൽ ഞങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ശരിക്കും പേടയ്ക്ക് പോണേ? വെറുതെ സമയം കളയണോ? നമുക്ക് തിരിച്ചു പോകൂടെ? ബീഗൻ ലൈലയുടെ അടുത്തേക്ക് പോണ്ടേ? ഇതാണ് നമ്മൾ ഇത്ര ദിവസം തെരഞ്ഞെടുന്ന ആളിന്റെ വീട്. ഞാനതൊക്കെ വിട്ടു. എനിക്ക് ഞാൻ ആരെയും കണ്ടുപിടിക്കൊന്നും വേണ്ട. എൻ്റെ ഹമീദേ, കുറേ ആയില്ലേ ഞാൻ എൻ്റെ കൂടെ കൂടിയിട്ട്. എൻ്റെ മനസ്സ് കുറച്ചൊക്കെ എനിക്കറിയാം. ചെല്ലേ. ഇറങ്ങ്. ഞാനില്ല, ഈ പോയാ മതി. എന്തേ? ഞാൻ ആരെന്നും വെച്ചാ നീ പരിചയപ്പെടുത്തുക? അത് വേണ്ട, വയ്ക്കോ. ഞാൻ ഒറ്റയ്ക്കാ. ഈ ഒറ്റയ്ക്ക് ആവാണ്ടിരിക്കാനല്ലേ ഇങ്ങോട്ട് വന്നേ? അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോണല്ലേ? പോണം. बेगम लैला, आइए अंदर जाइए साहब। जाइए।
आपकी तारीफ। हाँ, बेगम लैला। आपका नाम क्या बताऊं? हाँ नाम नाम हाँ, हमीद। हमीद। तशरीफ लाइए, आइए। हाँ। अंदर आइए, हाँ हाँ आइए, बैठे। मैं अभी आती हूँ। हाँ। ऊपर आइए, इस तरफ से। तशरीफ रखिए। मैं हमीद, हैदर का बेटा. ഹൈദറിന്റെ മകനാണല്ലേ? ഹാ, മലയാളം എങ്ങനെ അറിയാം? ഹൈദർ പഠിപ്പിച്ചതാ. വാപ്പയായിട്ട് എങ്ങനെ പരിചയം? He was a very dear friend. 27 വർഷമായി തമ്മിൽ കണ്ടിട്ട്. How is he? ഇപ്പോ എവിടെയുണ്ട്? വാപ്പ മയ്യത്തായി. കുറച്ചു നാളായി. ഇപ്പോ ഇവിടെ വരാൻ വാപ്പയുടെ പഴയ സുഹൃത്തല്ലേ, അറിയിക്കാൻ വന്നതാ. ഹമീദ് ഒറ്റയ്ക്കാണ് വന്നത്? അല്ല, എന്നെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു? നിങ്ങളെ കാണാൻ നല്ല മൊഞ്ചുണ്ട്, എൻ്റെ ഉമ്മാനെ പോലെ. എനിക്ക് തിരക്കുണ്ട്, മകളുടെ കല്യാണമാണ്. ഓ, നിങ്ങൾക്ക് എത്ര മക്കളാ? എൻ്റെ മകൻ വരാറായിട്ടുണ്ട്. ഹമീദ് ഇറങ്ങല്ല. ഹലോ, വീരാണേ. എടാ, ഈ ഉമ്മാനും തന്നെ ലക്നൌവിൽ തന്നെ കൂടുക, നാട്ടിലേക്ക് വരാനുള്ള പരിപാടി ഇല്ല. ഇല്ലടാ, ഞാൻ തിരിച്ചു വരാം. പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് വീരാണേ, നമുക്ക് പിന്നെ സംസാരിക്കാം. എടാ, ഇത് പറയുന്ന കേക്ക്. ഇത് കേട്ടാൽ നമുക്ക് നല്ല ഹാപ്പി ആവും. നമ്മളെ മറ്റേ സൈനവേരെ വാപ്പില്ലേ, മൊയ്തീൻക, മൂപ്പര് മയ്യത്തായി പോയി. എന്താ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലേ? എന്നാ കേട്ടാ മൂപ്പര് മയ്യത്തായി പോയി. മൂപ്പര് മയ്യത്തായാ? പിന്നെ എനിക്കിപ്പോൾ അവളെ കെട്ടാൻ പറ്റിയ സമയാട്ടോ. ഞാനവളെ കണ്ടിട്ടേന്, അന്നെ അന്വേഷിച്ചു. ആരന്വേഷിച്ചു? എടാ, സൈനബ. എടാ, ഞാനെന്തേ പറയണോ? ഈ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അമീതേ, ഹലോ അമീത, ഈ കേക്കുണ്ടോ? എന്താണൊന്നും മിണ്ടാത്തെ? ഞാൻ പിന്നെ വിളിക്കാൻ വരാനേ. أشهد أن محمدًا رسول الله.
सर लखनऊ वापस चले? हाँ മോനെ ഹമീദേ, നീ നിന്റെ ഉമ്മാനെ കണ്ടില്ലേ? ആ ഈ വന്നാ എന്തായി കാര്യം? അപ്പൊ അതുമല്ലേ ആ പേര് കേട്ടപ്പം പെട്ടെന്നുള്ള ആവേശത്തിൽ അന്യൻകുട്ടി ഇറങ്ങിയതാ. സാരല്ല, ഈ ബേജാറാവണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. ഞാനില്ലേ എൻ്റെ കൂടെ. എൻ്റെ ഉമ്മ ഇവിടെ എവിടെയോ ഉണ്ട്. ശരിയാ, എൻ്റെ ഉമ്മ ഇവിടെ തന്നെ ഉണ്ട്. बाय जी रुको जी। അല്ലാ, ഇപ്പം ഞാൻ എൻ്റെ 10ാം ക്ലാസ് പരീക്ഷയുടെ ഫോൺ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോവാണ്. പേര് ഹമീദ് ഹൈദർ, വാപ്പാൻ്റെ പേര് മുഹമ്മദ് ഹൈദർ അലി, വീട്ടുപേര് മെഹഫിൽ, ഉമ്മാന്റെ പേര്. അമിതേ പോണ്ടേ? നിങ്ങളിവിടെ വന്നേ, ഒരു സൂത്രം കാണിച്ചു തരാം. എന്താ പറ്റിയത് ഇവന്? ഇവിടെ വാന്നേ. ഓ എന്താ ഇവിടെ? അങ്ങോട്ട് നോക്കേ. ഈ എന്താ ഇതുവരെ അസ്തമയം കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ ഉമ്മാന്റെ കൂടെ കണ്ടിട്ടില്ല. എന്ത്? കണ്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ ഉമ്മാന്റെ കൂടെ കണ്ടിട്ടില്ലാന്ന്. ഞാനാണ് എൻ്റെ ഉമ്മ. ആര് പറഞ്ഞു? എൻ്റെ വാപ്പ പറഞ്ഞു. വിടറാ. എന്തെങ്കിലും വിശ്വാസമില്ല? എൻ്റെ വാപ്പ എന്നോട് യാത്ര പറഞ്ഞ് പോകുമ്പോൾ എനിക്കറിയായിരുന്നു ഓരൊരിക്കലും തിരിച്ചു വരില്ല. എന്നിട്ട് വെറുതെ കാത്തിരുന്ന്. മയ്യത്തെടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് മരിക്കാൻ പേടിച്ച് കിടന്നോളാം ഞാൻ. പക്ഷെ ഈ എൻ്റെ തിരക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നതെന്ന്. ഞാൻ തന്നെയാണ് എൻ്റെ ഉമ്മ. കാരണം എന്തറിയോ, ഏതോ ഒരു സ്ത്രീ എന്നെ ഒരു വട്ടം പ്രസവിച്ചു. പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ എന്നെ 100 വട്ടം പ്രസവിച്ചിട്ടുണ്ട്. ഈ ദുനിയാവില് ഈ അല്ലാണ്ട് വേറെ ആരാണ്ട് എനിക്കുള്ളത്? എന്തോ തെളിഞ്ഞു നിൽക്കുന്ന ഈ അസ്തമയ സൂര്യനെയും വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് പാടങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഈ ദുനിയാവിൽ എനിക്കൊരു ഉമ്മയുണ്ടെങ്കിൽ അത് ഐഷുമ്മയാണ്. അത് ഐഷുമ്മയാണ്. അതെന്റെ ഐഷുമ്മ മാത്രം. അപ്പൊ ശരിക്കും ഈ BA മലയാളം തന്നെ അല്ലേ? BA മലയാളത്തിൽ മോശം ഡിഗ്രി ഒന്നുമില്ല. ഓഹോ, എന്നാ നമുക്കൊരു കോഴിക്കറിയും ബിരിയാണിയും കഴിക്കാം. എന്തേ? ആ അല്ലെങ്കിൽ ഒരു കാര്യം, ഉമ്മ പറഞ്ഞ പോലെ സൈനബന്റെ വാപ്പ മയ്യത്തായി. പറയാം. പറയാം.